എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. നമ്മളെല്ലാവരും ചിന്തകളുള്ള മനുഷ്യരാണ്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ അത് മറ്റുള്ളവരെ കുറിച്ചായിരിക്കാം, ചില സംഭവിച്ച നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കാം, നമ്മളെ തന്നെ ആയിരിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ ചിന്തകളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള വികാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ വികാരഭരിതനാകുന്നു, മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള വികാരം നമ്മൾക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. സോ നമ്മൾക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളായിട്ട് ഈ ചിന്തകൾക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മളിപ്പോൾ നെഗറ്റീവായിട്ടുള്ള അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള ചിന്തകളാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ സാഡ് ആയിട്ടോ ഫീൽ ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ചിന്തകളിൽ പൊതുവായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചിന്താ വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന തെറ്റായിട്ടുള്ള ചിന്താഗതികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത വളരെയധികമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മളുടെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെ കുറച്ച് ആധികാരികമായി മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ചിന്താ വൈരുദ്ധ്യങ്ങളാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഡിപ്രഷനും ഡിപ്രസീവ് എപ്പിസോഡുകൾക്കും കാരണമായി മാറുന്നത്. സോ ഇത്തരത്തിലുള്ള ചിന്താ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഡിപ്രസീവ് സിംറ്റംസിനെ ഒഴിവാക്കുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചിന്താ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ മെയിൻലി 10 തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അവ ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കുണ്ടാവുന്ന ഓരോ തെറ്റായിട്ടുള്ള നെഗറ്റീവ് ഫീലിംഗിന്റെയും കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഞാൻ ഈ ചിന്താവൈരുദ്ധ്യത്തിന് പൊതുവായിട്ട് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ് ഇനിയുള്ള ഭാഗത്ത് പറയുക. ഇത്തരത്തിലുള്ള ഇല്ലോജിക്കലും അതുപോലെ തന്നെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താ ആറ്റിറ്റ്യൂഡുകൾ കാരണം നമ്മളുടെ ഡിപ്രസീവ് സിംറ്റംസ് അങ്ങ് നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാവുമ്പോൾ ഡിപ്രസീവ് എപ്പിസോഡ് ആരംഭിക്കുകയും നമ്മളെ കൂടുതൽ കഷ്ടത്തിലാക്കുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു PhD സ്റ്റുഡൻ്റാ, ഒരു PhD സ്റ്റുഡന്റിന്റെ എക്സാമ്പിളാ. ഈ PhD സ്റ്റുഡന്റ് 5 വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഫൈനലി ആ കുട്ടിക്ക് അതിന്റെ PhD അവാർഡ് ചെയ്യാനായിട്ട് പോവാ. പക്ഷേ ആ സമയങ്ങളിൽ കുട്ടി അത്ര നല്ല ഒരു മാനസികപരമായിട്ട് സന്തോഷപരമായിട്ടുള്ള സിറ്റുവേഷനിലല്ല. അതുകൊണ്ട് മനസ്സിൽ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളാണ്. കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഇത്ര നാളെ ചെയ്തിട്ടുള്ള PhD എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണ്, ഞാൻ എന്ത് വേസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, എന്നെ കൊണ്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള ഈ ചിന്താഗതികൾ കാരണം ആ കുട്ടി സ്വയം തന്നെ വില കൽപ്പിക്കാതിരിക്കുകയും കൂടുതൽ വേദനാജനകമായിട്ടുള്ള ചിന്തകളിലോട്ടും വികാരങ്ങളിലോട്ടും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണമായിട്ട് മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെയധികം നെഗറ്റിവിറ്റി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചിന്താഗതികളാണ്. ഇത്തരത്തിലുള്ള ചിന്താഗതി കാരണം സ്വയം മൂല്യം മനസ്സിലാക്കാതെ കൂടുതലും നെഗറ്റീവ് ചിന്താഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് ചിന്തിച്ച് കുട്ടി ഡിപ്രസീവ് ആയിട്ടുള്ള സിംറ്റംസ്, ഡിപ്രസീവ് ആയിട്ടുള്ള ആ ഡിസോർഡറിലോട്ട്, ആ ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ കുട്ടിയുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ കുട്ടി ഇത്ര നാളെ കഷ്ടപ്പെട്ട ആ PhD വർക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൽ ഗംഭീരമായി പ്രൗഡ് ഫീൽ ചെയ്യാൻ സാധിക്കുകയും ആ പ്രൗഡിലും ഹാപ്പിനെസ്സിലും ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിപ്രസീവ് നമ്മളെ ആക്കുന്ന തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഏറ്റവും കുറഞ്ഞ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്താഗതികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ചിന്താ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടോ നമ്മൾ വളരെ ക്ഷീണവിധമായിട്ടും നമ്മൾ ഒന്നിനും യോഗ്യമല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ആവുകയും നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് നിലനിന്ന് പോവുകയും ഡിപ്രഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡ് ഉണ്ടാവുകയാണ്, നിങ്ങളെ വിഷാദത്തിലാക്കുന്ന ഒരു മൂഡ് ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് പിന്നിലോട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും ആ സമയത്ത് ഏത് തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള ഏത് ചിന്താഗതികളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഡിപ്രസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നത്. അത്തരത്തിലുള്ള ചിന്തകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും അവയിൽ മാറ്റം വരുത്തി ചിന്തിക്കാനും തൽഫലമായിട്ട് നിങ്ങളുടെ മൂഡിനെ മാറ്റം വരുത്താനും സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഒരുപക്ഷെ സംശയം ഉള്ളിലുണ്ടായിരിക്കും, നമ്മൾ സാഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ സമയത്തുള്ള ചിന്താഗതികളുടെ വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
സേഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നെഗറ്റീവായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഇവന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതേ സമയത്ത് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പല ചിന്താഗതികളും വളരെ ഇല്ലോജിക്കലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള തരത്തിലുള്ളതായിരിക്കും. സോ സേഡ് ആയിരിക്കുന്ന സമയത്തും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തും ഉണ്ടാവുന്ന ആ ചിന്താഗതികൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സേഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും ആ നെഗറ്റീവ് സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതേ സമയത്ത് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇല്ലോജിക്കലും ഡിസ്റ്റോർട്ടഡും അൺറിയലിസ്റ്റിക്കും ഒരു പക്ഷെ പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ കടന്നുകൂടിയിട്ടുണ്ടായിരിക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ പ്രാക്ടീസിന്റെ സമയത്ത് പേഷ്യൻസിന്റെ അടുത്ത് തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, പല പേഷ്യൻസും വിചാരിക്കുന്നത് അവർക്കൊരു രക്ഷയില്ല, ഒരു ഹോപ്പും ഇല്ല, അവർ ഈ നെഗറ്റീവ് ദയനീയമായിട്ടുള്ള എപ്പോഴും വിഷമിച്ച് ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന ഈ കണ്ടീഷൻ എന്നേക്കും തുടരും. അത് അത്തരത്തിലുള്ള ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനെ മാറ്റാൻ സാധിക്കില്ല, ദേ ആർ ഹോപ്പ്ലെസ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിക്ക് കാരണം തന്നെ ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. സോ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ മാറിക്കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആ നെഗറ്റീവ് തരത്തിലുള്ള സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചിന്താഗതികൾ കാരണം, അത്തരത്തിലുള്ള ചിന്താഗതികളിൽ അടിയുറച്ച് വിശ്വസിച്ച കാരണം പലപ്പോഴും പ്രകാശം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വളരെ ശ്രദ്ധിച്ച് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, അതായത് ചിന്താ വൈരുദ്ധ്യങ്ങൾ പല സമയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് അവയെ ആഴത്തിൽ അങ്ങ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളിന്ന് പറയുന്നതിലെ ഒന്നാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് വളരെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ഉണ്ടായിരിക്കും. അവർക്ക് പലപ്പോഴും എ ഗ്രേഡോ എ പ്ലസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമുക്ക് പലപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ സിഒ അല്ലെങ്കിൽ അതിൽ താഴെയോ കൂടിപ്പോയ ബിഒ ഒക്കെ ആയിരിക്കും. അതിൽ തന്നെ പലപ്പോഴും പലരും സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പഠിപ്പിസ്റ്റായിട്ടുള്ള സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിക്ക് പലപ്പോഴും എ ഗ്രേഡ് അല്ലെങ്കിൽ എ പ്ലസ് അത്തരത്തിലുള്ള ഉയർന്ന ഗ്രേഡുകളായിരിക്കും കിട്ടിയിരിക്കുക. ഒരു സന്ദർഭത്തിൽ ഈ പഠിക്കുന്ന കുട്ടിക്ക് എക്സാമിൽ ബി ഗ്രേഡ് കിട്ടിപ്പോവുക ചെയ്യുന്നത്. കുട്ടി വളരെയധികം വിഷമിച്ചു പോവുക ചെയ്യുന്നത്. ആ കുട്ടി ചിന്തിക്കുക, ഞാൻ എന്ത് തോൽവിയാണ്, ഞാൻ എന്ത് മണ്ടനാണ്, എനിക്ക് ബി ഗ്രേഡാണ് കിട്ടിയേ, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി. ബി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കുട്ടി തോറ്റേക്കല്ല, ബി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡി ഗ്രേഡിനേക്കാളും വളരെ ഉയർന്ന ഗ്രേഡാണ്. സോ അത് ഒരു ആവറേജിനാണ് മുകളിൽ നിൽക്കുന്ന ഒരു ഗ്രേഡാണ് ബി ഗ്രേഡ് എന്ന് പറയുന്നത്. പക്ഷെ കുട്ടി അതിന് വളരെ ഡിസപ്പോയിന്റ് ആയിട്ട് ഇനി ജീവിതം ഒന്നുമില്ല, ഞാൻ ഒന്നിനും കാര്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതേ സമയത്ത് മറ്റുള്ളവരെ ബി ഗ്രേഡ് കിട്ടുന്ന തന്നെ വലിയ സംഭവമായിട്ട് കണക്കാക്കുന്ന സമയത്ത് ഈ കുട്ടി ചിന്തിക്കുന്ന ഈ രീതിയിലാണ്. ഈ ചിന്താഗതിയാണ് നമുക്ക് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്ന ചിന്താവൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള പെർഫെക്ഷനിസം അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് കിട്ടി, എല്ലാ വിഷയത്തിലും സമ്പൂർണ്ണ മാർക്ക് എന്നുള്ള രീതിയിൽ മാർക്ക് മേടിക്കാനായിട്ടുള്ള ആഗ്രഹം. ഒരു ചെറിയ കുറവ് വരുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എല്ലാം പൂർണ്ണം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലുള്ള ചിന്താഗതിയാണ്. ഇതിന് വേറൊരു ഉദാഹരണം കാണാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു ഇലക്ഷനിൽ നിൽക്കുക, ഒരു പാർട്ടിക്കാരൻ ജയിച്ചു, മറ്റൊരു പാർട്ടിക്കാരൻ തോറ്റു. തോറ്റ പാർട്ടിക്കാരൻ വിചാരിക്കുകയാണ് ഞാൻ സമ്പൂർണ്ണ പരാജയ, സമ്പൂർണ്ണ തോൽവിയ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജയിച്ച പാർട്ടിക്കാരന് ഒരു പക്ഷേ ഉള്ള വോട്ടിന്റെ ഒരു 7 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും, തോറ്റ പാർട്ടിക്കാരന് ഒരു പക്ഷേ 4 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ തോറ്റ ആള് സമ്പൂർണ്ണ തോൽവിയല്ല, അദ്ദേഹത്തിന് വോട്ടുകൾ കുറഞ്ഞു പോയി, അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോയി. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്ന പോലെ അദ്ദേഹം പൂർണ്ണമായ പരാജയം, പൂർണ്ണമായിട്ടുള്ള ഒരു സീറോ അല്ല. സോ അതുകൊണ്ട് പലപ്പോഴും പലരും ഡിപ്രഷന് പോകുന്നതിന് മുമ്പ്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിത്തീരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യം, ഓൾ ഓർ നത്തിങ് തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യം ആയിത്തീരാറുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ജീവിതത്തിലൊരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു രീതിയിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മറ്റൊരു രീതിയിലല്ല, അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെയുള്ള രീതിയിലാണ്. നിങ്ങൾ ഇരിക്കുന്ന റൂം തന്നെ നിങ്ങളൊന്ന് നോക്കിയേ, അത് സമ്പൂർണ്ണമായിട്ട് വൃത്തികെട്ട രീതിയിലാണോ, അത് പൂർണ്ണമായിട്ട് ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ അത്രയും വൃത്തിയുള്ളതാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ നോക്കിയേ, അവര് കംപ്ലീറ്റ്ലി സുന്ദര സുഖം ലോകത്തിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളോ, അതോ കംപ്ലീറ്റ്ലി അഗ്ലി ആയിട്ടുള്ള ഒരാളാണോ? അല്ല. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഒരു കാര്യം ഏറ്റവും പൂർണ്ണതയിൽ ആഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് പറയുന്നത് അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല.
അത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള, അതിന്റെ പരമപൂർണ്ണമായിട്ടുള്ള 100% എന്ന് പറഞ്ഞ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ സാധ്യമായിട്ടുള്ളതല്ല. ജീവിതം എന്ന് പറയുന്നത് അതിന്റെ മിഡിലുള്ള കാര്യമാണ്. നമ്മൾ ആബ്സല്യൂട്ടിനെ ആഗ്രഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ എക്സ്പെക്ടേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരികയും നമ്മൾ വിഷാദമായി പോവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ്സ് ഇമ്പോസിബിൾ ടു അറ്റൈൻ, അല്ലെ? ഇത്തരത്തിലുള്ള ഓൾ ഓർ നത്തിങ് തിങ്കിങ്ങിനെ നമുക്ക് മറ്റൊരു രീതിയിലും വിളിക്കാവുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. അതായത് ഒന്നല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇത് കംപ്ലീറ്റ്ലി മോശം, ബ്ലാക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇത് കംപ്ലീറ്റ്ലി വൈറ്റ്, ദിസ് ഈസ് വെരി ഗുഡ്, അല്ലെ? പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ളതാ. ഇറ്റ്സ് നോട്ട് ഇൻ ഡൈക്കോട്ടമസ് കാറ്റഗറി, ഇറ്റ്സ് ഇൻ ദ മിഡിൽ, ഇറ്റ് ഈസ് ഗ്രേ, ബട്ട് നോട്ട് 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. അടുത്ത രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം ഇതിന്റെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ വളരെയധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഇമോഷണലി മൂവ് ചെയ്തിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഒരു ചെക്കൻ അവന്റെ ക്ലാസ്സിൽ അവന് താല്പര്യം തോന്നുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഡേറ്റിങ്ങിന് വിളിക്കാനായിട്ട് അവൻ പോയി. അവൻ വളരെ പ്രിപ്പറേഷനോടൊക്കെ കൂടിയിട്ടാണ് ഈ കുട്ടിയെ വിളിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുട്ടിയുടെ അടുത്തെത്തി കുട്ടിയെ ഡേറ്റിങ്ങിനായിട്ട് ക്ഷണിച്ചു. പക്ഷേ കുട്ടി അന്ന് അവന് ഡേറ്റിങ്ങിന് വരാൻ സാധിക്കില്ല, എനിക്ക് ഒരു ബിസി ആയിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടതോടുകൂടി ഈ പോയി വിളിക്കാൻ തന്ന ചെക്കൻ അവൻ വളരെയധികം ഡിപ്രസ്ഡ് ആയി, വളരെയധികം വിഷമിക്കുന്നൊരവസ്ഥയിലായി. അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, എനിക്കിനി ആരും കിട്ടാൻ പോകുന്നില്ല, എനിക്ക് ഒന്നിനും ഇങ്ങനത്തെ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ ഒരു സാധ്യതയില്ല ജീവിതത്തില്. ഞാൻ എന്നും ഇത്തരത്തിലുള്ള ഏകനായി ലോൺലി ആയിട്ടാണ് എനിക്ക് ജീവിതം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്താഗതി കാരണം അവൻ ഒരിക്കലും ഭാവിയിൽ വേറൊരു പെൺകുട്ടിയെ ഇതുപോലെ ഡേറ്റിങ്ങിന് ക്ഷണിക്കാനോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പ്രണയം അറിയിക്കാനോ തൽപരനാകുന്നില്ല. ഒരു പ്രാവശ്യം സംഭവിച്ച റിജക്ഷന്റെ കാരണമായിട്ട് ബാക്കി ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള ഓരോ ശ്രമവും അവൻ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ പറയുന്ന ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്ന ചിന്താ വൈരുദ്ധ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് അവൻ അവിടെ ചിന്തിക്കുകയാണ്, ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും പെണ്ണിനെ കിട്ടാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ പെൺകുട്ടിക്ക് അന്ന് വീട്ടുകാരോടൊപ്പം ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസത്തേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷേ അത് കേട്ട ആ ചെക്കനെടുത്തത്, അവൾക്ക് എൻ്റെ അടുത്ത് വരാൻ താല്പര്യമില്ല, ഇനി ഒരിക്കലും അവൾ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ കിട്ടാണ്ട് ഏകനായിട്ട് ജീവിതം മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാത്ത, ഭാവിയിൽ ഒരു പെണ്ണിനെ വീണ്ടും വിളിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാത്ത രീതിയിലായി തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നതാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് സാമാന്യവൽക്കരണം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ്, നിങ്ങളൊരു ബസ് കാത്ത് നിൽക്കുകയാണ്, റോഡ് സൈഡിലാണ് ബസ് കാത്ത് നിൽക്കുന്നത്. അതിന് സൈഡിലായിട്ട് ഒരു മരം ഉണ്ടായിരുന്നു, അതിന് മുകളിൽ കുറേയധികം കാക്ക ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കാക്ക ഒന്ന് കഷ്ടിക്കുക, നിങ്ങളുടെ മുഖത്തത് വീഴുന്നു. നിങ്ങൾ വളരെയധികം വിഷമിച്ചു പോകുന്നു. കാരണം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ടിപ് ടോപ്പ് ആയിട്ട് ഷർട്ടൊക്കെ വെള്ള നിറത്തിലുള്ള നല്ല ടിപ് ടോപ്പ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്രത്തോളം അൺലക്കിയ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തം സംഭവിക്കുന്നത്, ഞാൻ ഒരു ഭാഗ്യമില്ലാത്തവനാണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കഴിഞ്ഞ 3 വർഷത്തിൽ ഇതുപോലത്തെ കാക്ക നിങ്ങളുടെ ശരീരത്തിലെ കഷ്ടിക്കുന്ന ഒരനുഭവം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ 3 വർഷത്തിന് ഈ ഇടയിൽ ഒരു പ്രാവശ്യമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട്, ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്, എപ്പോഴും ഞാൻ അൺലക്കി ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കി അതിനുശേഷം നിങ്ങൾ ഡിപ്രസ്ഡ് ആകും, നിങ്ങൾ വിഷമിച്ചു പോകും, നിങ്ങൾക്ക് അന്നൊരു കാര്യം ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരിക്കില്ല. പല അപ്പോയിന്റ്മെന്റ്സോ അല്ലെങ്കിൽ പല ശ്രമങ്ങളും അന്നത്തേക്ക് നിങ്ങൾ വെച്ചേക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു മൂഡി ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യത. സോ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഡിപ്രസ്ഡ് ആയിട്ട് പോയി നമ്മളുടെ മൂഡ് ഔട്ടായി നമ്മൾ ആവശ്യപ്പെടുന്ന ആ സമയത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതെ പിന്മാറുന്നതായിരിക്കും. മൂന്നാമത്തെ തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് മെന്റൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, മാനസികപരമായിട്ടുള്ള ഒരു അരിപ്പ് വെച്ചിട്ടാണ്, ഈ അരിപ്പിലൂടെയാണ് നമ്മളുടെ ചിന്തകളെയോ അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടായി വരുന്ന രീതിയിൽ നമ്മൾ അതിനെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇത് മാനസികപരമായിട്ടുള്ള ഒരു അരിപ്പ.
ഇത്തരത്തിലുള്ള ഈ ചിന്താവൈരുദ്ധ്യം എന്താണ്? ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിലും പറയുന്നതാണ് സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, ഈ ചിന്താവൈരുദ്ധ്യം നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള വളരെയധികം സഫറിങ്ങും വളരെ ദേഷ്യവും ഉണ്ടാവാനായിട്ട് വളരെ കാരണമായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അതായത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഡിപ്രസീവ് എപ്പിസോഡാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കൂട്ടുകാരിക്ക് ഒരു വളരെ ബുള്ളിങ്, വളരെ കളിയാക്കുന്ന, വളരെ ഒറ്റപ്പെടുത്തുന്ന ബുള്ളി തരത്തിലുള്ള ഒരു ബിഹേവിയർ അനുഭവിക്കേണ്ടി വരികയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഡിപ്രസീവ് ആയിട്ടുള്ള കുട്ടി അവിടെ ആശ്ചര്യപ്പെട്ട് അല്ലെങ്കിൽ സ്വയം വിചിന്തനം ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ അവിടെ പറയുന്ന രീതിയാണ്, എന്ത് ദയനീയമായിട്ടുള്ള ലോകമാണിത്, ഒരു തരി പോലും സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ലോകം. ഇവിടെ മനുഷ്യനെ ആവശ്യമില്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുകയാണ്. മനുഷ്യനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമായി മാറിയിരിക്കുന്ന മനുഷ്യരോടൊക്കെ ഹൗ ഇൻസെൻസിറ്റീവ് ദ വേൾഡ് ഈസ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് ആ ഡിപ്രസീവ് ആയിട്ടുള്ള ആ കുട്ടിക്ക് മനസ്സിലുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ഡിപ്രസീവ് ആയിട്ട് അനുഭവിക്കുന്ന കുട്ടിക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഇത്തരത്തിലുള്ള ബുള്ളി എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഡിപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ആ സാഹചര്യത്തെ കുട്ടി വിലയിരുത്തുന്നത് ഒരു മെന്റൽ ഫിൽട്ടർ വെച്ചിട്ടാണ്. ഒരു പ്രത്യേക തരം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തരത്തിലുള്ള മാനസിക അരിപ്പയിലൂടെയാണ് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. തൽഫലമായിട്ട് ആ കുട്ടി കൂടുതൽ ഡിപ്രസ്ഡ് ആയി പോകും. ആ കുട്ടിയുടെ ചുറ്റുപാടുമുള്ളവരും ഇത്തരത്തിലുള്ള ഒരു ഡയലോഗുകൾ കാരണം ഡിപ്രസ്ഡ് ആയിട്ട് പോകാനാണ് സാധ്യത. ഇതിന് കാരണഹേതുവായി മാറുന്നത് ഇവിടുത്തെ ആ കുട്ടിയുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്ന ആ ചിന്താ വൈരുദ്ധ്യമായിട്ടുള്ള മെന്റൽ ഫിൽട്ടർ ആണ്. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എക്സാം എഴുതിയിരിക്കുക, നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ 100 ക്വസ്റ്റ്യൻസിൽ ചില കാരണങ്ങൾ കൊണ്ട് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം കുട്ടി വളരെയധികം ഡിസപ്പോയിന്റ് ആയിപ്പോയി. കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ 10 ക്വസ്റ്റ്യൻസ് വിട്ടുപോയി, ഞാൻ ഈ എക്സാമിൽ തോറ്റുപോകും, മാർക്ക് വളരെയധികം കുറഞ്ഞു പോകും, ഞാൻ വളരെ അവഹേളിതയായി പോകും എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 88 മാർക്കാണ്. അതെ, 88 മാർക്ക്. ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്കായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ആ എക്സാമിന് ശേഷം 10 ക്വസ്റ്റ്യൻസ് വിട്ടതിന് ശേഷം ആ കുട്ടി എത്രത്തോളം വേദന അനുഭവിച്ച് വളരെയധികം ഡിപ്രസ്ഡ് ആയി ഇരിക്കുകയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിക്കാണ്. സോ ഇത്തരത്തിലുള്ള മെന്റൽ ഫിൽട്ടർ എങ്ങനെയാണ് ഒരാളെ ഡിപ്രസ്ഡ് ആക്കി മാറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. 4ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്. അതായത് നമ്മളുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള സന്തോഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്, അതിനൊരു വിലയില്ല കൽപ്പിക്കൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഇത് നമ്മളുടെ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ പലപ്പോഴും നെഗറ്റീവായിട്ട് മാറ്റുന്ന രീതിയിലുള്ള ചിന്താഗതിയായി മാറാറുണ്ട്. പലപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാർ അവർ കരുതി കൂട്ടി ഇന്റൻഷനലി ചെയ്യുന്നതല്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തകളും മറ്റും വരുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. ഇനി മനസ്സിലാക്കുന്നത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുണ്ടാവുന്ന പലപ്പോഴും കുറവ് വരാത്ത അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള പല ഡിപ്രഷനും കാരണമായിട്ട് ഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ക്വാളിഫൈയിങ് ദ പോസിറ്റീവ് എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്താ വൈരുദ്ധ്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ നിങ്ങളുടെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളത് ചെയ്തത് നന്നായി, നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ലതാണ്, നിങ്ങളുടെ ആ ശബ്ദം വളരെ നല്ലതാണ്, നിങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് അനുകമ്പയുള്ളവരാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ കേട്ടതിന് ശേഷം പലപ്പോഴും ഒരു പക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ആരും ഞാൻ പറയുന്ന ഇത്തരത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മറ്റുള്ളവരങ്ങനെ പറഞ്ഞത് അവർ ജസ്റ്റ് നൈസായി നല്ലതായി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ജെന്യൂൻ ആയിട്ടുള്ളതൊന്നല്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് അതൊന്നുമില്ല അങ്ങനത്തെ കേസൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗുകളും, അതിനുശേഷം ഞാൻ സെക്കൻഡ് റേറ്റ് ആണ്, ഞാൻ ഒരിക്കലും അതിന് അവർ പറഞ്ഞ രീതിയിലുള്ള കോംപ്ലിമെന്റ് അർഹനായവനോ അല്ലെങ്കിൽ അർഹയായവളോ അല്ല, ഞാൻ വെറും രണ്ടാം കിടക്കാരനോ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വെച്ച് പോകുന്ന ഒരു നിലപാടായിരിക്കും ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവിലെ ഒരാൾക്കുണ്ടായിരിക്കുക. ഒരു പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത്, അതിനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി,
ആ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് അതിനെ ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് പറയുന്നത് അതൊരു വെറുതെ നല്ലത് നമ്മൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്ന് ചിന്തിക്കുന്ന ആ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് രീതിയിലുള്ള ചിന്താഗതിയിലാണ് എത്തിച്ചേരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ, അതായത് ജീവിതത്തിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സാഡ്നെസ് പ്രദാനം ചെയ്യുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന എക്സ്പീരിയൻസുകൾ പലപ്പോഴും ഉണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ പറയുക, അതെനിക്കറിയായിരുന്നു, എൻ്റെ ജീവിതം ഓൾറെഡി ദുരന്ത, സോ ഒരു ദുരന്തം കൂടി സംഭവിച്ചു, അത്രത്തേ ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കും. പക്ഷേ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വിജയങ്ങളും മറ്റും സംഭവിക്കുന്ന സമയത്ത് അത് വെറുതെ ഭാഗ്യത്തിന് കിട്ടിയതാ, അത് നമുക്ക് എണ്ണാനൊന്നും സാധിക്കില്ല, ജസ്റ്റ് ഭാഗ്യത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഒരു ചാൻസ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്ത് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് എടുക്കുന്ന രീതിയിലായി മാറും. അങ്ങനത്തെ സാഹചര്യത്തിലോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ആ സന്തോഷം ആസ്വദിക്കാനോ അതിനെ സ്വീകരിക്കാനോ തയ്യാറാകാത്ത, അങ്ങനെ സാധിക്കാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരാണ് ചെയ്യുന്നത്. ഇതിന് വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് സംഭവിക്കുന്ന ഒരു സൈക്യാട്രി വാർഡിലാണ്. ഈ സൈക്യാട്രി വാർഡിൽ ഡിപ്രഷൻ കാരണം ഒരു പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റായി. പേഷ്യൻ്റ് സ്ത്രീയാണ്. ഈ സ്ത്രീ വളരെ നെഗറ്റീവായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലത്തെ പോസിറ്റീവ് കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ് സ്വയം ഒരു ഓഫുള്ളായിട്ടുള്ള, സ്വയം ഒന്നിനും യോഗിയല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു. സോ ആ സ്ത്രീയുടെ അടുത്തുള്ള ആദ്യത്തെ സെഷനുകളിലൂടെയൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം സ്ത്രീക്ക് 1-2 ആഴ്ച ആ സൈക്യാട്രി വാർഡിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സൈക്യാട്രി വാർഡിൽ ആ സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ അവിടെയുള്ള മറ്റ് വാർഡ് ഇൻമേറ്റ്സിൻ്റെയും അവിടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല ചങ്ങാത്തവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ത്രീ അവിടെ നിന്നും ഡിസ്ചാർജായി പോയതിനു ശേഷം ആ സ്ത്രീയുടെ നല്ല സാമീപ്യത്തെയും അവരുടെ അടുത്തുള്ള നല്ല എക്സ്പീരിയൻസിനെയും കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ, ആ വാർഡിലുണ്ടായിരുന്ന മറ്റു പേഷ്യൻസും അവരുടെ കൂടെയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഇതറിഞ്ഞ ആ പ്രൊഫഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അടുത്ത പ്രാവശ്യം ആ സ്ത്രീ അവരെ ഔട്ട് പേഷ്യൻ്റ് സെറ്റപ്പിൽ കാണാൻ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ അല്ലെ പറഞ്ഞ് നിങ്ങൾ വളരെ ഓഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്, നിങ്ങൾ എന്നേക്കും ഒരു ലോണറായിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ വാർഡിൽ വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളുടെ ആ സാമീപ്യവും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വളരെ നല്ലതായിരുന്നു എന്ന് നിങ്ങൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് കാണിക്കുന്നത് എന്താണ്? അപ്പോൾ സ്ത്രീ പറയുക, അവർക്കൊന്നും എന്നെ അറിയില്ല, യഥാർത്ഥ ലോകത്തിൽ ഉള്ള എന്നെ അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് അവർ പറയുന്നതൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത കാര്യമാണ്. ശരി. അതിനുശേഷം ഈ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ കുറച്ച് നാളായിട്ടാണല്ലോ ഈ സ്ത്രീയുടെ അടുത്ത് ഇടപെടുന്നത്. അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ സ്ത്രീക്ക് മനസ്സിലുള്ളൊരു ചിന്താവൈരുദ്ധ്യം കാരണമാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന്. അപ്പോൾ ആ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേയധികം കൂട്ടുകാരും ഫാമിലി മെമ്പേഴ്സും വളരെ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളിവിടെ അഡ്മിറ്റായ സമയത്ത് നിങ്ങളെ കാണാൻ വരികയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തിരുന്നല്ലോ. നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ജീവിതത്തിൽ കുറേയധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോഴും ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ആ സ്ത്രീ പറയുക, അവർക്കൊന്നും യഥാർത്ഥത്തിൽ എന്നെ അറിയുകയില്ല, ആഴത്തിൽ എന്നെ അറിയുകയില്ല, അതുകൊണ്ട് അവർ പറയുന്നതിലൊന്നും കാര്യമില്ല, അവരൊന്നും യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ വളരെ ടെറിബിൾ ആയിട്ടുള്ള ഓഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്. ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി മനസ്സിൽ വെക്കുന്ന കാരണം ഈ സ്ത്രീ ഒരിക്കലും ആ യാഥാർത്ഥ്യത്തെ, ചുറ്റുപാടിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെയും ആ സിറ്റുവേഷൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ അവസ്ഥയെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഞാൻ എന്നും മോശമായിട്ടുള്ളതാണ്, ഞാൻ എന്നും ചീഞ്ഞഴിഞ്ഞ തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന രീതിയിലാണ് എപ്പോഴും തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ആ നെഗറ്റീവ് ചിന്താഗതി മനസ്സിൽ നിൽക്കുന്ന കാരണം സ്ത്രീ ഡിപ്രസീവായിട്ടുള്ള കണ്ടീഷനിൽ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യമായിട്ടുള്ള ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്, അത് നിങ്ങൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനെ വളരെയധികം മുന്നോട്ട് നിലനിർത്താനായിട്ട് കാരണഹേതുവായിട്ടുള്ള ഒരു ചിന്താവൈരുദ്ധ്യമാണ്.